നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് തലയുയർത്തി നിൽക്കാനായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. കാലത്തിനൊപ്പം കുതിക്കാൻ ഈ വിഭാഗങ്ങൾക്ക് കഴിയണമെന്നും ആർക്കും വേണ്ടി കാത്തുനിൽക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം പട്ടികജാതി വിഭാഗങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, കൗൺസിലർ A സുബ്രഹ്മണ്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, KP വിനോദ്, KK ജ്യോതിരാജ്, ലിജിത് തരകൻ, KS അശോകൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഈ മേഖലയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നമ്മൾ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഈ മനുഷ്യരുള്ളോളം കാലം പൂർണ്ണത ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഒരു പൂർണ്ണത ഉണ്ടാകാനുണ്ടോ? യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എവിടെ പൂർണ്ണത? പക്ഷേ ഈ മത്സരയോട്ടത്തിൽ നമ്മളും അല്ലേ പുറകിൽ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കാനും വേഗത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. 4 കോടി രൂപയോളം ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവും ഇല്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകുവാനുള്ള പദ്ധതികൾ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ശുചിത്വ പദ്ധതി മാതൃകാപരമായ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടിൽ ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിമാനിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സെക്രട്ടറി TP സിന്ധു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്ത്ലാൽ, മീന സാജൻ, PI രാജേന്ദ്രൻ, ES രേഷ്മ, ചിത്ര വിനോഭാജി, രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഗോപി, സപ്ന റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം രേഷ്മ സുധീഷ് തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം തനത് ഫണ്ട് വകമാറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചതിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഫണ്ടും നൽകാതെ MLA വഞ്ചിച്ചുവെന്നും ഇതുമൂലം പഞ്ചായത്തിന്റെ റോഡ്, തോട്, വീട് തുടങ്ങിയ വികസനത്തിന് ചെലവഴിക്കേണ്ടിയിരുന്ന തനത് ഫണ്ട് 3.5 കോടി രൂപ നഷ്ടപ്പെട്ടുവെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്നു നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സുഭാഷ് തിരുത്തിയിൽ, PA സത്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിതീഷ് ചന്ദ്രൻ, CD സൈമൺ, PN അനിൽ മാസ്റ്റർ, വിജിനി ഗോപി, VV ബാലകൃഷ്ണൻ, സാബു കുറ്റിക്കാട്ട് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി.
എത്രയെത്ര സാധാരണക്കാരനാണ് ഈ വീടെന്ന സ്വപ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് വാടകയ്ക്ക് താമസിച്ച് നിലവിലുള്ള വീടുകൾ പൊളിച്ചു കളഞ്ഞ് ഈ സർക്കാരിന്റെ ധനസഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഒരു ആർജവത്തോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ സഖാവ് കൂടിയായ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മന്ത്രിയോട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം കേരള ഭരണം നടത്തുന്ന ഒരു മന്ത്രിസഭയെയാണ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാൻ കഴിയുക. തന്റെ കുടുംബത്തിന്റെ ഉയർച്ച മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ദർശിക്കുന്നത്. കുന്നംകുളം വ്യാപാര ഭവനിൽ വൻ തീപിടുത്തം. പ്രധാന ഹാൾ പൂർണ്ണമായി കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും കസേരകളും സെൻട്രലൈസ്ഡ് AC-യും ഫാനുകളും പ്രൊജക്ടറും ടൈലുകളും ഉൾപ്പെടെ പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുണ്ട്. മുറിയുടെ ഗ്ലാസ് ഡോറുകളും പൊട്ടിത്തെറിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളാണ് കത്തിയത്. പുലർച്ചെ ഹാളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടവരാണ് വിവരം പുറത്തറിയിച്ചത്. ചേംബർ ഓഫീസിലേക്കോ മറ്റ് ഹാളുകളിലേക്കോ തീ പടർന്നിട്ടില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളാണിത്. തൊഴിലുത്സവമായി ഗുരുവായൂർ നഗരസഭയുടെ തൊഴിൽമേള. സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്ഥാപനം സംഘടിപ്പിച്ച തൊഴിൽമേളയിലേക്ക് ആയിരക്കണക്കിന് തൊഴിൽ അന്വേഷകരാണ് എത്തിയത്. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേള നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, A. സായിനാഥൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, CDS ചെയർപേഴ്സൺ മോളി ജോയ്, NULM സിറ്റി മിഷൻ മാനേജർ VS ദീപ എന്നിവർ സംസാരിച്ചു. 600ഓളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അഭിമുഖത്തിനായി 35ഓളം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. NK അക്ബർ MLA തൊഴിൽമേളയുടെ വേദി സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികൾക്കുള്ള ധാതുലവണ മിശ്രിത വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വെറ്റിനറി ഡോക്ടർ G. ഷർമിള, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കൗൺസിലർ ശ്രീജി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101-ാം സ്ഥാപന തിരുനാളിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും കൊടിയേറ്റം നടന്നു. ഓഗസ്റ്റ് 14, 15 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീന്, നൊവേന, നേർച്ച വിതരണം എന്നിവയ്ക്ക് ശേഷം കാലിക പ്രസക്തിയേറെയുള്ള ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമയുടെ പ്രദർശനം നടന്നു. തിരുനാൾ ദിവസം വരെ വിവിധ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനയും നടക്കും. തിരുനാൾ തലേദിവസമായ വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റിലേക്ക് വെഞ്ചരിച്ചു നൽകും. വൈകിട്ട് 10 മണിക്ക് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ വളയും കുരിശും ദേവാലയത്തിലെത്തിച്ചേരും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനാകുന്ന ദിവ്യബലിക്ക് ശേഷം 9:30 കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യ കാർമ്മികനാകുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഡീപോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയേടത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് കൂനമുച്ചി സെന്ററിലേക്ക് ഭക്തിനിർഭരമായ പ്രദർശനമുണ്ടാകും. വൈകിട്ട് 7 KLM സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PK ജാക്സൺ, PV തോമസ്, TL ജോൺസൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഒറ്റപ്പെട്ടു പോയവരോടൊപ്പം ഓണം കളറാക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരം. ചിപ്സ് വിൽപ്പനയിലൂടെ പണം കണ്ടെത്തി സ്നേഹത്തിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കായവറുത്തുപ്പേരിയുടെ വിൽപ്പനയിലൂടെ NSS വളണ്ടിയർമാർ ഓണാഘോഷത്തിനായി ധനസമാഹരണം നടത്തുകയാണ്. പ്രദേശത്ത് സ്കൂളിൽ വരാൻ കഴിയാതെ വീട്ടിൽ തന്നെ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ, വീടുകളിൽ തനിച്ച് താമസിക്കുന്നവരെയും ഉൾപ്പെടുത്തി ഓഗസ്റ്റ് 28-ാം തീയതി ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഓണക്കോടി നൽകി ഓണസദ്യ വിളമ്പി കാരുണ്യത്തിന്റെ ഒത്തുചേരലിന്റെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്
NSS വിദ്യാർത്ഥികൾ. ഇതിനായാണ് 100 പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ 12 ടീമുകളായി തിരിഞ്ഞ് കായ വറുത്തത് വിൽപ്പന നടത്തുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരി പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞാണ് വിൽപ്പന. 200 കിലോ കായ വറുത്തത് വിറ്റ് പണം സ്വരൂപിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. ക്ലാസ്സില്ലാത്ത 2ാം ശനിയാഴ്ച സമൂഹമാധ്യമങ്ങളിലിരുന്ന സമയം കളയാതെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ പരസ്പര കരുതലിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ. ഇത് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണോ? നോർമലി അല്ലാണ്ട് നമ്മളിപ്പോൾ വയനാടിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഫണ്ടുകൾ ഇതാക്കിയിട്ടുണ്ട്. ഓണത്തിന് പിന്നെ അങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അധികം ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരിനായിട്ട് പോയിട്ട് കഴിഞ്ഞുള്ളത് നമ്മൾ പോയിട്ട് അവരിനായിട്ട് ഡാൻസ് അവരിനെ ഹാപ്പിയാക്കാൻ മാക്സിമം നോക്കും. കുന്നംകുളത്തെ CCTV ഓഫീസിലും കായവറവുമായി ഇവരെത്തി. വിദ്യാർത്ഥികളിലെ നല്ല ചിന്തകളെയും ലക്ഷ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഞങ്ങളിവിടെ അടി വന്നപ്പോൾ നോർമൽ സാറ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് കയറാൻ ആർക്കും പെർമിഷൻ കൊടുക്കാറില്ല, പക്ഷെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, പക്ഷെ വന്നപ്പോൾ എല്ലാവരും മാനിച്ച്. സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ടീച്ചറുടെ നേതൃത്വത്തിൽ NSS വോളണ്ടിയർ ക്യാപ്റ്റൻ എബിൻ, വോളണ്ടിയർമാരായ അഭയ, അനാമിക, നാസില, സഫ എന്നിവരാണ് CCTV ഓഫീസിലെത്തിയത്. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി. മന്നലാങ്കുന്ന് സെന്ററിലും കരുണാഭവനിലും നടന്ന പരിപാടി കെ കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സൈദ് അലവി പടിഞ്ഞാറയിൽ പതാക ഉയർത്തി. കോൺഗ്രസ് പുന്നയൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ ക്വിറ്റ് ഇന്ത്യ സന്ദേശം നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബേദ പാലക്കൽ, വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഹുസൈൻ തെക്കത്ത്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിത്തുറക്കൽ, പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി നിസാർ കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ മൗനം പാലിച്ച കേന്ദ്ര സർക്കാരിനെതിരെ CPM വേലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗവും സെന്റർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ജമീല രാജീവ് അധ്യക്ഷയായി. ലോക്കൽ കമ്മിറ്റി അംഗം KC ബാബു, കിരാലൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് വാറോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ നടപടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കാത്തതിലും പ്രതിഷേധിച്ച് CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം സൗമ്യ സുരേഷ് അധ്യക്ഷയായി. സെക്രട്ടറി UV ഗിരീഷ്, അംഗം PE ബാബു എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു. വൈകിട്ട് കൈക്കുളങ്ങര കറുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ രുക്മിണി വിഗ്രഹ എഴുന്നള്ളിപ്പും കൃഷ്ണവേഷം ധരിച്ച കുട്ടികളുടെ ശോഭയാത്രയും തിരുവാതിരക്കളിയും നടന്നു. അങ്ങാട് മുരളി നമ്പീശനാണ് യജ്ഞാചാര്യൻ. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം കിഴക്കേ മഠത്തിൽ ആവണി അവിട്ടം ആഘോഷിച്ചു. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമൂഹം പുരോഹിതൻ ഗോകുൽ കൃഷ്ണ ഘനപാഠികൾ, ഗുരുവായൂർ ഗോപാലവാദ്യാർ എന്നിവർ ആചാര്യന്മാരായി. സമൂഹം പ്രസിഡന്റ് GK പ്രകാശൻ, സെക്രട്ടറി TK ശിവരാമകൃഷ്ണൻ, ട്രഷറർ GS ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. 100-ലധികം പേർ പുതിയ പൂണൂൽ ധരിച്ച് ശുഭ്രവസ്ത്രത്തോടെ ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ 65ാം സ്ഥാപന ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ സ്ഥാപന ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് പൊറവൂർ, നിഹാൽ, ഷിധിൻ MS, ഷെരീഫ് കരിക്കാട്, മനീഷ് തിപ്പലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,390 രൂപ, പവന് 75,120 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം. ഗുരുവായൂർ പുത്തമ്പള്ളി നളന്ദ ജംഗ്ഷനിൽ വിഷാരത്ത് കൃഷ്ണൻകുട്ടി മകൻ ശ്രീനിവാസൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ ഭാര്യയും നീതു, നിമ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പാൽ സ്രായിൽ തലക്കര പരേതനായ കുട്ടായിയുടെ മകൻ അച്യുതൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. വിജയ ഭാര്യയും ജലജനീഷ്, സുരജ എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ ഇടവന പഞ്ഞൻ മകൻ വാസു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പരേതയായ ഇന്ദിര ഭാര്യയാണ്. ബീന, സീന, ബിജു എന്നിവർ മക്കളാണ്. ആളൂർ തോമ മകൻ ജോസ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് കിരാലൂർ മൗണ്ട് കാർമൽ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.